ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണുള്ളത്. ഈ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ നമുക്ക് പ്രിലിമിനറി പരീക്ഷ പാസ്സാകാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും 5 ഇയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, വളരെ കുറച്ച് സമയമാണ് ഇനി നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. ആദ്യമായി നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് 50% മാർക്കിനുള്ള ചോദ്യങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, കണക്ക് ഭാഗത്തു നിന്നും ആണ് ഉള്ളത്. മലയാളത്തിന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്താൽ മലയാളം ഈസിയായി പഠിക്കാം. ഏകദേശം 2 വർഷങ്ങളിലെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ 5 മാർക്ക് നേടാനാകും. ഇതുകൂടാതെ ഏതെങ്കിലും റാങ്ക് ഫയലിലുള്ള കുറച്ച് പര്യായം, നാനാർത്ഥം, വിപരീതം, ശൈലി, പുല്ലിംഗം, സ്ത്രീലിംഗം, കൃതികൾ എന്നിവയും തദ്ധിതം, സന്ധി, സമാസം എന്നിവയും കൂടെ പഠിച്ചാൽ 8 മുതൽ 9 മാർക്ക് ഉറപ്പായും നേടാനാകും. ഇതിലേക്ക് ദിവസവും 40 മിനിറ്റ് സമയം മാറ്റിവെക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. 20 മാർക്കിന് ഉള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതിൽ 10 മാർക്ക് ഗ്രാമറാണ്. പ്രധാന ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കായ പാസീവ് വോയിസ്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഈഫ് ക്ലോസ്, ടെൻസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നീ ഭാഗങ്ങൾ മനസ്സിലാക്കി കുറച്ച് മുൻ വർഷത്തെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ 8 മുതൽ 9 മാർക്ക് ഉറപ്പായും നേടാനാകും. ഇംഗ്ലീഷിലെ ബാക്കി 10 മാർക്ക് വൊക്കാബുലറി നിന്നുമുള്ളതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച വൊക്കാബുലറി പഠിച്ചാൽ ഇതിൽ നിന്നും 3 മുതൽ 4 മാർക്ക് നേടാനാകും. ഇനി ഡെയിലി കുറിച്ച് ഇഡിയം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് എന്നിവ കൂടെ നോക്കിയാൽ 2 മുതൽ 3 മാർക്ക് കിട്ടും. ഇതിലേക്ക് ദിവസവും 40 മിനിറ്റ് സമയം മാറ്റിവെക്കുക. ഇനി മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. ഈ ഭാഗത്തു നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. മുൻപ് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ നോക്കുമ്പോൾ പല ചോദ്യപേപ്പറിലും ഈ ഭാഗം കുറച്ച് ടഫായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാലും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ 13 മുതൽ 15 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിനായി ദിവസവും 1 മണിക്കൂർ സമയം മാറ്റിവെക്കണം. അതായത് ദിവസവും 2 മണിക്കൂർ 20 മിനിറ്റ് സമയം മലയാളം, ഇംഗ്ലീഷ്, കണക്ക് എന്നീ ഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഈ ഭാഗത്ത് നിന്നും 35 മുതൽ 40 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 35 മുതൽ 40 മാർക്ക് വലിയൊരു അസറ്റാണ്. ഇത് നമ്മളെ കട്ട് ഓഫ് മാർക്ക് മറികടക്കാൻ സഹായിക്കും. ഇനി ബാക്കിയുള്ള 50 മാർക്ക് GK ഭാഗത്തു നിന്നുമാണുള്ളത്. അതിൽ ആധുനിക ഇന്ത്യ ചരിത്രം, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, ഭൂമിശാസ്ത്രം, IT എന്നിവയിലെ പ്രധാന ഭാഗങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്നിവ നോക്കുക. നേരത്തെ പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാള ഭാഗത്തിലെ 35 മുതൽ 40 മാർക്ക് ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് പറ്റിയാൽ GK ഭാഗത്തു നിന്നും 20 മുതൽ 25 മാർക്ക് കൂടെ സ്കോർ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് മറികടക്കാൻ സാധിക്കും. മലയാളം, ഇംഗ്ലീഷ്, കണക്ക് ഭാഗത്തു നിന്നും എത്ര കൂടുതൽ മാർക്ക് വാങ്ങുന്നുവോ GKയിൽ നിന്ന് അത്രയും കുറച്ച് മാർക്ക് വാങ്ങിയാൽ മതിയാകും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചിട്ടയായി പഠിച്ചാൽ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് പരീക്ഷയിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പാസ്സാകും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.